ഹലോ, നീ കൊളോസിയം എന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ ചരിത്ര പുസ്തകത്താളുകളിൽ പഠിച്ചിട്ടുള്ള റോമ നഗരത്തിലെ കൊളോസിയം എന്ന ചുണ്ണാമ്പുകല്ലിൽ തീർത്തെടുത്ത ഭീമാകാരനായ അർദ്ധവൃത്താകൃതിയിലുള്ള റോമൻ രാജാക്കന്മാരുടെ വിനോദ കേന്ദ്രം. ഒരുപക്ഷെ ലോകത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ആംഫി തിയേറ്ററുകളിലൊന്ന് ഇന്നും കൊളോസിയം തന്നെയാണ്. റോമ നഗരത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് 7 മഹാത്ഭുതങ്ങളിലൊന്നായ കൊളോസിയത്തെ കണ്ടുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. ചരിത്ര പുസ്തകത്താളുകൾ മറിച്ചു നോക്കി പഠിച്ച് കുട്ടിയിൽ നിന്ന് ഇന്ന് കൊളോസിയം എന്ന അത്ഭുതം കാണുന്ന ഒരാളായി ഞാൻ മാറിയിരിക്കുന്നു. റോമ നഗരത്തിൻ്റെ തെരുവുകളിൽ നിന്ന് കൊളോസിയത്തെ നോക്കി നിൽക്കുമ്പോൾ റോമാ സാമ്രാജ്യത്തിൻ്റെ കഥകൾ മനസ്സിൽ ആർത്തിരമ്പുകയാണ്. AD 69 79 ഇടയിലാണ് അന്നത്തെ റോമാ ചക്രവർത്തിയായ വെസ്പാസിയൻ കരിങ്കല്ലിൽ ചുണ്ണാമ്പ് കൊണ്ട് ഈ മഹാസൗധം പണിതുയർത്തുന്നത്. പിന്നീട് ടൈറ്റസും ഡൊമീഷ്യനുമൊക്കെ ഈ സൗധത്തിൻ്റെ കാവലാളുമാരായി. ഫ്ലാവിയൻ സാമ്രാജ്യത്വത്തിൻ്റെ അടയാളമായി അത് മാറ്റപ്പെട്ടു. ഏതാണ്ട് 65,000 മുകളിൽ ആളുകൾക്ക് ഒരേ സമയമിരുന്ന് വിനോദങ്ങൾ കാണുവാനുള്ള കേന്ദ്രമായി ഒരിക്കലത് മാറി. റോമാ സാമ്രാജ്യത്തിൻ്റെ അഭിമാനത്തിൻ്റെ അടയാളമായിരുന്നു അത്. ചരിത്ര പുസ്തകത്താളുകളിൽ ഞാൻ പഠിച്ച കൊളോസിയത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ കാലം കരുതി വയ്ക്കുന്ന കാവ്യനീതിയുടെ അടയാളമായി കൊളോസിയം മാറുകയാണ്. അതിൻ്റെ ലക്ഷ്യം വിനോദങ്ങൾക്കായി കൂടിച്ചേരാനുള്ള ഒരിടമായി അതിനെ കാണുക എന്നുള്ളതായിരുന്നു. മനുഷ്യൻ വിനോദങ്ങൾക്ക് വേണ്ടി പണിതുയർത്തിയ ശിലയിൽ പണിത സുന്ദരമായൊരിടം. എന്നാൽ പിന്നീടത് ക്രൂരമായ വിനോദങ്ങളുടെ കൂത്തരങ്ങായി മാറി. മൃഗത്തിൻ്റെ മനസ്സുള്ള മനുഷ്യരെ മൃഗങ്ങൾക്ക് കടിച്ചു കീറാൻ എറിഞ്ഞുകൊടുത്ത് രസിച്ചിടമായി അത് മാറി. ക്രൈസ്തവ മതത്തിൻ്റെ ആദ്യത്തെ നാളുകളിൽ അനേകം ക്രൈസ്തവർ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി മൃഗങ്ങൾക്ക് ഭക്ഷണമായി തീർന്ന ഇടമായി അത് മാറി. ജാതിയുടെയും മതത്തിൻ്റെയും ദൈവങ്ങളുടെയും പേരിൽ കൊല്ലുന്ന വിനോദം ഇന്നും ഈ ഭൂമിയിൽ അവസാനിച്ചിട്ടില്ല. സ്വന്തം സ്വാർത്ഥതയുടെ കൂടാരങ്ങൾക്കുള്ളിൽ മനുഷ്യരെ കൊല്ലാൻ മനുഷ്യർ മടിക്കാത്തൊരു കാലഘട്ടം. മൃഗങ്ങൾ പോലും ചെയ്യാൻ അറയ്ക്കുന്ന പ്രവർത്തികൾ മനുഷ്യർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യൻ പണിതുയർത്തിയ ക്രൂരതയുടെയും സ്വാർത്ഥതയുടെയും കൂടാരങ്ങളെ ഈ പ്രകൃതിയും ദൈവവും എന്നും തച്ചുടച്ചിട്ടേയുള്ളൂ. ഇന്ന് പരന്നു കിടക്കുന്ന ഒരു കൽക്കൂമ്പാരം പോലെ കൊളോസിയത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ മാറിയിട്ടുണ്ട്. എത്രയോ വിനോദങ്ങളും എത്രയോ ക്രൂരമായ സംഗമങ്ങളും നടന്നൊരു മണ്ണ്. കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത വിധം ചില ഭാഗങ്ങളൊക്കെ തകർക്കപ്പെട്ടിരിക്കുന്നു. നിർമ്മിതിയുടെ കാര്യത്തിൽ മഹാത്ഭുതമായി അതിന്നും വാഴ്ത്തപ്പെടുമ്പോഴും അവിടെ സംഭവിച്ച ക്രൂരതകളുടെ ഓർമ്മപ്പെടുത്തലിൻ്റെ ഒരടയാളം കൂടെയാണ് കൊളോസിയം. കൊളോസിയം എന്ന ഗ്രീക്ക് വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ ഒരു രാക്ഷസനെ പോലെ, കാലത്തിന് സംഭവിച്ചൊരു ഓർമ്മത്തെറ്റ് പോലെ കൊളോസിയത്തിൻ്റെ ചില ഭാഗങ്ങളെങ്കിലും ഇന്നും ഉയർന്നു നിൽപ്പുണ്ട്. മനുഷ്യൻ്റെ നിർമ്മിതികളെല്ലാം അത് കല്ലിലായാലും മണ്ണിലായാലും മരത്തിലായാലും ആത്യന്തികമായി മനുഷ്യൻ്റെ നന്മയ്ക്ക് ഉപകരിക്കുന്നിടങ്ങളാകണം, മനുഷ്യൻ്റെ ഉയർച്ചയ്ക്ക് ഉപകരിക്കുന്നിടങ്ങളാകണം. അധികാര പ്രമത്തതയുടെ അടയാളമായി ഉയർത്തപ്പെട്ട ആ മഹാസൗധം ഇന്ന് വിനോദങ്ങൾ തേടി വരുന്ന മനുഷ്യർ ആഹാരം കഴിക്കുകയും കളിക്കുകയും ഓടുകയും ചാടുകയും ചെയ്യുന്ന ഒരിടമായി മാറിയിരിക്കുന്നു. കൊളോസിയം നമുക്ക് നൽകുന്നൊരു പാഠമുണ്ട്. കാലത്തെ അതിജീവിക്കുന്ന സംസ്കാരത്തിൻ്റെ അടയാളമായി മനുഷ്യൻ്റെ പ്രവൃത്തികളും നിർമ്മിതികളും നിലനിൽക്കണമെങ്കിൽ മനുഷ്യനെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും കൂടെ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും മനോഹരമായൊരു നിർമ്മിതി ക്രൂരതകളുടെ പേരിൽ ഓർമ്മിക്കേണ്ടി വരിക എന്നതിലും വലിയ പരാജയം എന്താണുള്ളത്? ഇന്ന് ആ കൽക്കൂമ്പാരങ്ങൾക്ക് മീതെ, തകർന്നു വീണ തൂണുകൾക്ക് മീതെ കളിച്ചാർത്തുല്ലസിച്ച് നടക്കുന്ന മനുഷ്യരറിയുന്നില്ല. ഒരിക്കലിവിടെ മനുഷ്യർ കരഞ്ഞിരുന്നു ജീവന് വേണ്ടി. ക്രൂര വിനോദങ്ങൾക്ക് ഇരയായ മനുഷ്യർ. നമ്മുടെ എല്ലാ നിർമ്മിതികളും എപ്പോഴും ചെന്ന് അവസാനിക്കേണ്ടത് മനുഷ്യ നിർമ്മിതികളിലേക്കാണ്. മനുഷ്യൻ്റെ അന്തസ്സിനെ വാനോളം ഉയർത്തിപ്പിടിക്കുന്നിടങ്ങളായി അവ മാറണം. മതത്തിൻ്റെയോ മണ്ണിൻ്റെയോ പേരിൽ മനുഷ്യൻ്റെ ജീവനെടുക്കാൻ ആരെയും അനുവദിക്കാൻ പാടില്ല. കൂടെയുണ്ട് കേട്ടോ, കൂട്ടിനും പിന്നെ എൻ്റെ പ്രാർത്ഥനയും.